നമസ്കാരം. പാലാ രൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിനെ സന്ദർശിച്ച് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. ബിഷപ്പിന്റെ 100ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ജോർജ് അദ്ദേഹത്തെ കാണാനെത്തിയത്. രാഷ്ട്രീയമായ ചർച്ചകൾക്കല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാനാണ് താൻ വന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സന്ദർശനത്തിനിടെ അദ്ദേഹം തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നും പി.സി. ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. സഭയ്ക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയം പറയാൻ വന്നതല്ലെന്നും രാഷ്ട്രീയം കളിച്ചാൽ ഇനിയും പറയുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. സഭയുമായി പ്രശ്നമില്ല, സഭയിലെ പിതാക്കന്മാരെ ബഹുമാനവുമാണ്. ബിഷപ്പുമാർ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ വർത്തമാനം പറയും. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്രമാണ് എതിരായിട്ട് പറഞ്ഞത്. താനും ഷോൺ ജോർജും കേരള നിയമസഭയിൽ കാണുമെന്നും പി.സി. പറഞ്ഞു. പിതാവ് എനിക്ക് പ്രത്യേകം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നാം തരം ഒരു കൊന്തയും കുരിശുമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 100ാം വയസ്സിലും ബിഷപ്പിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം വളരെ ആരോഗ്യവാനായിരിക്കുന്നുവെന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ബിഷപ്പിന്റെ കുടുംബവുമായി തനിക്ക് വലിയ അടുപ്പമാണ് ഉള്ളതെന്നും ഇത്തരം സന്ദർശനങ്ങൾ ഔദ്യോഗികമായ ഒന്നല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്ദർശനത്തിന് പിന്നാലെ സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെ ജോർജ് കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. തന്നെ കവലച്ചട്ടമ്പി എന്ന് വിശേഷിപ്പിച്ച പത്രത്തിന്റെ നിലപാടിനെ അദ്ദേഹം പരിഹസിച്ചു. ദീപിക ഇപ്പോൾ ഫാരിസ് അബൂബക്കറിന്റെ പത്രമാണെന്നും അവർ എഴുതുന്നത് അവരുടെ വാപ്പയെ പറ്റിയാണെന്നും പി.സി. ജോർജ് പറഞ്ഞു. പത്രത്തിൽ വരുന്ന വാർത്തകൾ തന്നെ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസാരിക്കുന്ന ശൈലി മാറ്റുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യവും പി.സി. പുച്ഛിച്ചു തള്ളി. ശൈലി മാറ്റാൻ തനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം വിമർശകരെ ഇത്തിൽ കണ്ണികളെന്നും വിളിച്ചു. ബിഷപ്പിനെ സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ മറ്റൊരു വർത്തമാനം പറയേണ്ടി വരുമെന്നും ഭീഷണി മുഴക്കി. സഭയുടെ മൊത്തത്തിൽ തനിക്ക് വിരോധമില്ലെങ്കിലും കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ താൻ ശക്തമായി നിലകൊള്ളുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. വോട്ടെടുപ്പിന് 2 ദിവസം മുൻപ് വിശ്വാസികളെ വിളിച്ച് UDF-ന് വോട്ട് ചെയ്യാൻ ബിഷപ്പ് നിർദ്ദേശം നൽകിയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. നിഷ്പക്ഷമായി നിൽക്കേണ്ട സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെട്ടതാണ് തന്റെ വേദനയ്ക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും താനും മകൻ ഷോൺ ജോർജും ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തനിക്ക് 100% ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മെയ് 4-ാം തീയതി ഫലം വരുമ്പോൾ തങ്ങൾ വിജയിക്കുമെന്നും അന്നേ ദിവസം മാധ്യമപ്രവർത്തകർക്ക് കേക്കും സമൂസയും നൽകി ആഘോഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? അത് പറയാൻ അയാൾക്ക് എന്താണ് അവകാശം? പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥികളിൽ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. എന്ത് കിട്ടിയിട്ടാണ് നാണം കെട്ടവർ UDF-ന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്? സഭയെയും മെത്രാന്മാരെയും തള്ളി പറയേണ്ടി വരും. ബോധവും വിവരവും ഇല്ലാത്തവരാണെന്ന് അവരെന്നും രോഷാകുലനായി പി.സി. പറഞ്ഞു. FCRA ബില്ല് വരും. വിദേശത്ത് നിന്ന് പണം വാങ്ങുന്നതിന്റെ കണക്ക് നൽകിയാൽ എന്താണ് കുഴപ്പം? എന്നിട്ടും കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനിയല്ലേ എന്ന് വിചാരിച്ച് എന്ത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്യാമെന്ന് അമിത് ഷാ അവരോട് പറഞ്ഞതാണ്. എന്നിട്ടും എന്തിനാണ് ഇവന്മാർ കുരയ്ക്കുന്നത്? ദീപിക പത്രം വായിക്കുന്നവന് വട്ടാണ്, മെത്രാന്മാരല്ല സഭ. ഇവർ പറയുന്നത് മുഴുവൻ കേട്ടു നിൽക്കാനാവില്ല. മെത്രാന്മാർ ഊളത്തരം കൊണ്ട് നടക്കരുത്. ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട. പണ്ടായിരുന്നു മെത്രാനും കുത്രാനും പറയുന്നവർക്ക് ജനം വോട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിന് ആരെയും കിട്ടില്ല എന്നായിരുന്നു പി.സിയുടെ മുൻപത്തെ വാക്കുകൾ. പൂഞ്ഞാറിൽ 20,000 വോട്ടിന് ജയിക്കുമെന്നാണ് പി.സി അവകാശപ്പെടുന്നത്. പി.സി. ജോർജിനും മകൻ ഷോൺ ജോർജിനും പരോക്ഷ മറുപടിയുമായി ദീപിക മുഖപത്രം എഴുതിയിരുന്നു. FCRA-ക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാട് പറയുമെന്നും ഇനിയും പറയേണ്ടി വരുമെന്നും രാഷ്ട്രീയം ദുഷിപ്പുകാർ തട്ടിപ്പറിയരുതെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. അതേസമയം സംഘപരിവാർ സംഘടനകൾ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്നായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനം. രാജ്യവ്യാപകമായി ക്രൈസ്തവ വേട്ട നടത്തുന്നവരാണ് വോട്ടിന് വേണ്ടി കേക്കുമായി അരമനകൾ കയറിയിറങ്ങിയത്. കേരളീയ സമൂഹത്തിന് സംഘപരിവാറിന്റെ കുടിലത തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധിയുണ്ട്. ഭീഷണിപ്പെടുത്തിയും അധിക്ഷേപിച്ചും വരുതിയിലാക്കാമെന്ന സംഘപരിവാർ അജണ്ട കേരളത്തിൽ വിലപോകില്ലെന്നും സതീശൻ പറഞ്ഞു.